ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് ചെടികളാണ്. നമ്മുടെ മുരിങ്ങയില ചെടിയും അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പും. അപ്പോൾ നമ്മുടെ പൂച്ചെടികൾക്കാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് ഗാർഡനിലെ പൂച്ചെടികൾക്കാണെങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിലാണെങ്കിലും ഈ രണ്ട് വസ്തുക്കൾ, ഈ രണ്ട് ഇലകൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വേപ്പിൽ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിനൊക്കെ ഇത് വെച്ചിട്ട് പൊതയിടാറുണ്ട് ഈ വേപ്പില. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെല്ലിപ്പുഴുവിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടുള്ള കർഷകരൊക്കെ ചെയ്യുന്നതാണ്. തെങ്ങിൻ തടങ്ങളിൽ നമ്മുടെ ഈ വേപ്പില കോതുമ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ജൈവവളം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വേപ്പിലയും കൂടിയിട്ട് ചെയ്യാറാണുള്ളത്, മെയിനായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് പറിച്ച് നമുക്ക് നല്ലപോലെ മിക്സിയിൽ നമ്മുടെ ജാറിലിട്ട് അടിച്ചിട്ട് അത് നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ചെറിയ കീടങ്ങളെയൊക്കെ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. എല്ലാ ആഴ്ചയിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. കുഞ്ഞു പുഴുക്കളായാലും ചെറിയ പ്രാണികളായാലും ഒക്കെ നശിച്ചു പോയിക്കോളും. പിന്നെ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് ഇതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ലീവ്സ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സമയത്താണെങ്കിൽ ഇത് ഇതിൻ്റെ ഇല ഇങ്ങനെ ഇറുത്തെടുത്തിട്ട് നമ്മൾ തണലത്തിട്ട് ഉണക്കിയിട്ട് അത് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികൾ പോട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പോട്ട് ചെയ്തിരിക്കുന്ന ചെടികൾക്കാണെങ്കിലും ഒക്കെ ഒരു സ്പൂൺ വീതം നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ വേപ്പില യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മുരിങ്ങയില നമുക്ക് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും പല രീതിയിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മലയാളികൾ പറയുമ്പോൾ അതിന് അത്രത്തോളം ആൾക്കാർ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ പുറത്തോട്ടൊക്കെ വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം, ഇതിൻ്റെ ഈ മുരിങ്ങയില പൗഡർ എന്ന് പറഞ്ഞ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വൻ വില കൊടുത്ത് മേടിക്കുന്ന ആളുകളുണ്ട്, പുറം രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് അത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മിക്ക വീടുകളിലും ഉണ്ട്. നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അപ്പുറത്തെ വീടുകളിൽ ചെന്ന് ചോദിച്ചാലും രണ്ട് മുരിങ്ങയില അവർ തരാറൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഈ മുരിങ്ങയില നമുക്ക് ഗാർഡനിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്കിത് നല്ലപോലെ കുറച്ച് അളവിലെടുത്തിട്ട് ജാറിലിട്ട് അടിച്ച് നമുക്ക് നേർപ്പിച്ചെടുത്ത് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്തും കൊടുക്കാം. അതുപോലെ തന്നെ ഒഴിച്ചും കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെടികളെന്ന് പറയുമ്പോൾ പൂച്ചെടികൾക്കും നമ്മുടെ ഓർക്കിഡ്സിന് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. പച്ചക്കറികൾക്കും എല്ലാം യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്കെടുത്ത് വെള്ളത്തിലിട്ട് 2-3 ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നീരൊക്കെ അതിനകത്തങ്ങ് ഇറങ്ങും. എന്നിട്ട് നല്ലപോലെ ഞെരടെ പിഴിച്ച് നമുക്ക് അരിച്ചെടുത്തും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബൾക്കായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടുന്നെങ്കിൽ നമുക്ക് ഈ ഉണക്കുന്നതെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെയിലത്തിട്ട് യാതൊരു കാരണവശാലും നമ്മളിതുപോലെ കാര്യങ്ങളൊന്നും ഉണക്കിയെടുത്ത് യൂസ് ചെയ്യരുത്. അതിൻ്റെ യാതൊരു റിസൾട്ടും നമുക്ക് കിട്ടില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണലത്തിട്ട് നല്ലപോലെ ഉണക്കി പൊടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴും ഇതിൻ്റെ ഒരു സ്പൂൺ വീതം ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞത് തന്നെ നമുക്ക് കലക്കി ചോടുകളിലും നമ്മൾ സ്പ്രേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെടികളുടെ ചോടുകളിലും നല്ല രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുകൂടാതെ നമുക്ക് മറ്റൊരു രീതിയിലും നമുക്ക് ഈ രണ്ട് ഇലകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ അളവിൽ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കമ്പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് പൗഡറാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടിയ ഒരു പൊടിയാണ്. പല ബ്രാൻഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്ലൗസൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കെന്നാലേ കുറച്ച് സ്പീഡ് കിട്ടത്തുള്ളൂ ചെയ്യുന്നതിനകത്ത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ നമ്മുടെ ബിന്നിനകത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഇതിനകത്ത് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു ലെയർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുഞ്ഞൊരു ലെയർ ഇട്ട് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ അകത്ത് ലീവ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് കുഞ്ഞു കമ്പുകളൊക്കെ കിടക്കുന്നത് കുഴപ്പമില്ല. ഇതുപോലുള്ള വലിയ കമ്പുകളങ്ങ് മാറ്റുക കേട്ടോ. അല്ലാതെ ചെറിയ ഇതിൻ്റെ തണ്ടുകളൊക്കെ കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ വെട്ടിയപ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതിനകത്ത് തന്നെ ചൂടുണ്ട്, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ.
ഇതുപോലുള്ള കമ്പുകൾ കാണുമ്പോഴങ്ങ് മാറ്റി മാറ്റി കൊടുക്കുക. ഈ ഒരു കമ്പൊക്കെ നമുക്ക് ഇതിനകത്ത് ഇടാം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിലും 2-3 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് താഴും. അപ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കുക. ചകിരിച്ചോറൊക്കെ ഇടണം കേട്ടോ. കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക, ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഈ മുരിങ്ങയുടെ മുരിങ്ങയിൽ നമുക്ക് ഇതുപോലെ 2-3 ദിവസം എടുത്ത് വെച്ചേക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇതുപോലുള്ള കമ്പുകളൊക്കെ അങ്ങ് ഇതായി കിട്ടും, ഇലകൾ അതിൽ നിന്ന് ഊർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് നമ്മുടെ മുരിങ്ങയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഈ പോട്ടിങ്ങും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലയിൽ കുറച്ച് നല്ലൊരു എമൗണ്ടിൽ തന്നെ നമുക്കിതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോഴേക്കും മുകളിൽ വരെ ഇരിക്കുന്നു. അതൊരു പ്രശ്നമൊന്നുമല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടം വരെ ആയിരിക്കും നല്ലപോലെ അങ്ങ് താന്നിരിക്കും കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇനി വെള്ളം തളിച്ചൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് അടച്ചിട്ട് എവിടെയെങ്കിലും നമുക്ക് തണലത്ത്, വെയിലത്ത് വെക്കേണ്ട, തണലത്ത് എവിടെയെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് റെഡിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് റെഡിയാവും. ഒരു 90% റെഡിയാവും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മാസം വരെ ഇതുപോലെ ഇരുന്നിട്ട് എടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം മൊത്തത്തിൽ നല്ലപോലെ പൊടിഞ്ഞ് നല്ല ഫൈനായിട്ടുള്ള നമുക്ക് തൊട്ട് നോക്കുമ്പം തന്നെ അറിയാം അതിൻ്റെ ഒരു മയം. ആ രീതിയിലുള്ള നമ്മുടെ കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടിരിക്കുന്ന നമ്മുടെ ഈ കമ്പോസ്റ്റ് എന്ന് പറയാൻ നമുക്ക് പൂച്ചെടികൾക്ക്, നമ്മുടെ ഫ്രണ്ട് ഗാർഡനിലെ പൂച്ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും എല്ലാത്തിനും തന്നെ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വളമാണ്. നമുക്ക് പൂക്കാനും ചെടികൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും അതുപോലെ തന്നെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് വളർന്നു വരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു വളം കൂടിയാണിത്. അപ്പോൾ നമുക്കിത് ഒരു പിടി വീതം നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ ഒരു കൈപ്പിടി വീതം വല്ലപ്പോഴും നമ്മുടെ ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. നമ്മുടെ കമ്പോസ്റ്റ്, സാധാ കമ്പോസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.